പിന്നെ മുർഷിയെ എന്നാ മറ്റേ ഉടായ്പ പരിപാടിക്ക് നിൽക്കണ്ട. ടോസ് ഇങ്ങനെ തിരിച്ചെടുക്കണ പരിപാടിക്ക് എന്തോ ഒരു ക്ലിയർ ഇല്ലാത്ത അവ്യക്തമായ ഒരു വീഡിയോ അത് വെച്ചുകൊണ്ട് പൊക്കി പിടിച്ച് അങ്ങനെ നടക്കണ കുറെ ആൾക്കാര്, അത് തള്ളി നടക്കണ കുറെ ഫാൻസും. നിങ്ങൾക്കാവുമ്പോ നോബോൾ ഇല്ല, നിങ്ങൾക്കാവുമ്പോ എക്സ്ട്രാ റിവ്യൂ, കമ്മിറ്റി ടീമാണ്. ഇത് കാലം കുറെ ആയി മുംബൈക്കാർ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങള് നല്ല സൂപ്പറായിട്ട് കളിക്കുമ്പോ പിന്നെ നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. അപ്പൊ പിന്നെ ഇതെടുത്തിട്ട് ഇങ്ങനെ അലക്കാന്നല്ലാതെ എടുക്കണ പോലെ എടുക്കണം. അതൊക്കെ ഇങ്ങള് വെറുതെ പ്രതിരോധിക്കാനില്ലേറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കണല്ലോ വിവാദം. അതുകൊണ്ട് ചെയ്യാനാണ് അസൂയ കൊണ്ട് ഓരോരുത്തർ പറഞ്ഞു. അതാണ് അസൂയ കൊണ്ട് പറഞ്ഞു. ഞങ്ങള് കഴിഞ്ഞ 2 കളി ജയിച്ചില്ലേ, അതിന്റെ മുമ്പത്തെ പോട്ടെ, കൂട്ടൂല. അതിന്റെ 3-4 കളി ഇപ്പൊ ഞങ്ങളിത് മറന്നു. കാരണം ഞങ്ങൾ ട്രാക്കിലായി പറഞ്ഞ കഴിഞ്ഞ കളി നോക്കി RCB-നെ പഞ്ഞിക്കിട്ട് ഇതേപോലെ ആരും പഞ്ഞിക്കിട്ടിട്ടില്ല. അത് വേറെ കാര്യം. ഇങ്ങനെ ആരും ജയിച്ചിട്ടില്ല. 15 ഓവറിലാണ് 190-ന്റെ മേലെ റൺ എടുത്തത്. 15 ഓവറിൽ പോയവനൊക്കെ അടിയോടടി എന്ന് പറഞ്ഞാല് നിങ്ങളറിയില്ലേ, ഇഷാൻ കിഷന്റെ അടി. അതുപോലെ തന്നെ കഴിഞ്ഞ കുറെ ആൾക്കാർക്ക് പുച്ഛിച്ചിരുന്നു. സൂപ്പർ കളി. രോഹിത് ശർമ്മ അടിച്ചു, പാണ്ഡ്യ അടിച്ചു, തിലക് വർമ്മ അടിച്ചു. പിന്നെ ആ ഷെപ്പേർഡും പിന്നെ മറ്റേ ടിം ഡേവിഡ് കറങ്ങാതെ അമ്മാര് റണ്ണ്. പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇറങ്ങണമെങ്കിൽ 250 ഒക്കെ തകർന്നതിനാണ്. അതൊന്നും പറഞ്ഞില്ല. നിങ്ങളെ ബോളർമാരില്ല മറ്റേ അമ്മാര് തല്ലിച്ചത്. അത് പഴയ കഥയല്ലേ. അതവിടെ കഴിഞ്ഞ കളിയിൽ കണ്ടില്ല, ബുംറന്റെ ഒക്കെ ഏറോവും ജോമാനെ 5 വിക്കറ്റാണ് ശക്തം. തൊടാൻ കിട്ടും, ഇന്ന് കാണുന്നതൊക്കെ നിങ്ങളെ ഗ്രൗണ്ടിൽ വലിയ സംഭവമായിട്ട് നടക്കല്ലേ. ആ കഴിഞ്ഞ കളി സത്ത പിച്ച് ഉണ്ടാക്കിയാണ്ട് ഏതൊക്കെ കാട്ടിക്കൂട്ടി അങ്ങനെ തന്നെ ഉണ്ടാക്കി എങ്ങനെയൊക്കെ കാട്ടി. ഞങ്ങളെ പിച്ച് ഉഷാർ തന്നെയാണ്. ചെറിയ ഗ്രൗണ്ട് RCB-ക്ക് എന്താ അടിച്ചാൽ അതൊന്നും പറയാം. RCB-ന്റെ വലിയ കുറെ ബാറ്റ്സ്മാൻമാർ തുടക്കത്തിൽ ഉണ്ടായില്ലോ. എന്നിട്ട് ഓലെന്താ അടിച്ചോണ്ടല്ലോ കഴിച്ചത്. അങ്ങനൊന്നും പറയണ്ട. RCB അങ്ങനെ തന്നെയാണ്. RCB-ന്റെ കാര്യം പറഞ്ഞാണ്ട് CSK നിങ്ങള് ഉണ്ടാക്കാൻ നിൽക്കും. നിങ്ങളിപ്പോ കഴിഞ്ഞ കളിയില് നിങ്ങളെ ക്യാപ്റ്റനൊക്കെ തൊഴഞ്ഞു അങ്ങനെ ജയിച്ചിക്കല്ലേ. നിങ്ങൾ ആ പിച്ച് അങ്ങനെ കാട്ടിച്ചു. അതിനനുസരിച്ച് തന്നെയാണ് കളിച്ചത്. ടോസ് മറിച്ചിടാ, എന്നിട്ട് അമ്പയർമാരെ സ്വന്തം പിച്ച് മാത്രം. അതിലൊന്നും ഒരു അടിസ്ഥാനം ഇല്ല എന്നുള്ളത് അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് വേറെ കാര്യം. പിന്നെ അല്ല നിങ്ങളെ മറ്റൊരു പരിപാടി പ്രശ്നം തീർന്നാണ്, കുടുംബ വഴക്ക് തീർന്ന. അത് തീർന്നോട് കൂടിയാണ് ഞങ്ങൾ എവിടെ ഒന്നും തീർന്നിട്ടില്ല. ട്രാക്കിലായി ഞാൻ ചെങ്ങായി പേടിച്ചിട്ട് ഇപ്പൊ എറിയണില്ല. എന്ത് കല്ലിട്ടാവ് പറഞ്ഞു ഹാർദിക് പാണ്ഡ്യ എന്ന് ചാൻഡ് ചെയ്യണ ഫാൻസിന് കണ്ടില്ല ഞങ്ങള്. പിന്നെന്താ കുറെ കുട്ടികളെ കൊടുത്തിരിക്കണല്ലോ. ഇതാണ് പിന്നെന്താ ആൾക്കാരെ ഒരുക്കി ഇറക്കി. ഒരു പ്രശ്നമില്ല. അപ്പൊ എന്താറോ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കളിയിൽ 2 കളിയിൽ ഞങ്ങൾ ജയിച്ചോ. ആയിക്കോട്ടെ, അതിനുമ്പത്തെ കളി തോറ്റപ്പോൾ പിന്നെ എന്തിനാ മൂപ്പര് 2 ആവശ്യം. പരിക്കുണ്ടെന്നാണ് ഡൂളൊക്കെ പറഞ്ഞത്. 5 വിക്കറ്റ് വീഴ്ത്താണ് മൂപ്പർക്ക് പരിക്കുണ്ടെന്ന ഡൂളൊക്കെ പറഞ്ഞു. നിങ്ങൾ അതൊന്നും വേണ്ട. എന്നിട്ട് അത് മറിച്ച് വെച്ച് കളിച്ചു. അഥവാ മാറിയിട്ട് ഉണ്ടെങ്കിൽ മറ്റാളെന്നെ വീണ്ടും ക്യാപ്റ്റനായി ഉഷാറായാല് പിന്നെ സ്ഥാനം പോകുമെന്ന് പേടിച്ചിട്ട്. ബാറ്റിംഗിൽ മൂപ്പര് കളിച്ചത് എന്ത് കഴിഞ്ഞ കളിയിൽ 6 ബോളിന് 21 റൺ എടുത്ത്. അതിനുമ്പത്തെ കളിയിൽ 3 സിക്സർ കണ്ടില്ലേ. അതിനുമ്പത്തെ കളി 30 ബോളിനാണ് 30 ടീം ജയിച്ചില്ലേ. അതാണ് പറഞ്ഞത്. മൂപ്പർക്ക് എന്ത് പറിക്കും. മൂപ്പര് സൂപ്പറായിട്ട് കളി ജയിച്ച മറ്റേ ബോളർമാർ പറഞ്ഞാൽ ഈ IPL ഏറ്റവും മോശമാണ്. അതിപ്പോ ഫാഫ് ഡു പ്ലസ് തന്നെ പറഞ്ഞു ഞങ്ങൾക്കുള്ള ബൗളിംഗ് വെപ്പൺസ് ഒക്കെ മോശം. എന്നിട്ട് അത് വന്നുകൊണ്ട് അവർ ഏതായാലും 100 4 അടി അടിച്ചു. ഭയങ്കര അടിയൊക്കെ സംഭവം എന്താരോ, ഞങ്ങളിപ്പോ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഏവരെയും ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ടീമായി മാറി. അതിന്റെ പേടിങ്ങൊക്കെ നല്ലോണം കുടുങ്ങിന. അതിനെ സംബന്ധിച്ചാൽ നിങ്ങൾ ആ ലോക്കൽ ടീമിനോട് എന്താ ഡീസിനോട് തോറ്റ ടീമല്ലേ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ 4 അടുപ്പിച്ച് പൊട്ടിയതൊന്നും ആയിക്കോട്ടെ. പക്ഷെ അതായത് ഞങ്ങളെ ചരിത്രം 2004 തോൽക്കും, 5 കളി തോൽക്കും. പക്ഷെ പിന്നെ കപ്പും കൊണ്ടാ ഞങ്ങൾ പോകലേ. അത് വേറെ കാര്യം. അത് പണ്ടല്ല. അതേ മുംബൈ തന്നെയാണ്. 4 കളി തോറ്റ കപ്പടിച്ചാനും അറിയാം. CSK മുമ്പിൽ മുംബൈ ഒന്നുമല്ല. എന്താ തെളിവ്?